ജർമ്മനി പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും അറിയാം വളരെ കോംപ്ലക്സ് ആണ്, ടിഡിയസ് ആണ് എന്നുള്ളത്. എന്നാലും ധാരാളം സ്റ്റുഡൻസ് തന്നെ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആൻഡ് വി നീഡ് ടു റെസ്പെക്ട് ദാറ്റ് കോൺഫിഡൻസ്. യെസ്. ദെൻ സ്റ്റുഡൻസ് തന്നെ ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ആർ ദേ ലൈക്ക് ഫൈൻഡിങ് ഓർ ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് സംതിങ് വിച്ച് ദേ ഷുഡ് ബി ലുക്കിംഗ് ഇൻ ടു? ആക്ച്വലി സ്റ്റുഡൻസ് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയാറുള്ളത്, നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ്. മേ ബി നമ്മുടെ പേജ് ബാക്ക് ഇൻ ഒരു 2022 തൊട്ടിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ പോഡ്കാസ്റ്റുകൾ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അങ്ങനെ ഒരു സർവീസ് തന്നെ ഉണ്ടായിരുന്നു, അപ്ലൈ ടു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ബൈ യുവർ സെൽഫ്. നമ്മൾ അങ്ങനെ ഒരു സർവീസ് തന്നെ കൊടുത്തിരുന്നു. പക്ഷേ സ്ലോലി ഞാൻ കണ്ടുവന്ന കുറച്ച് കാര്യങ്ങളെ കൊണ്ടാണ്, അതായത് നമ്മൾ വിചാരിച്ച ഒരു അഡ്വാൻറ്റേജ് സ്റ്റുഡൻസിന് അതിൽ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അത് പ്രോപ്പറായിട്ട് റീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ബെനിഫിറ്റ് റീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഐ കട്ട് ഇറ്റ് ഡൗൺ. ആക്ച്വലി അതിപ്പോഴും ഉണ്ട്. എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുകയാണ്, അതായത് ഈ സ്റ്റുഡൻറ്റിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമ്മളിപ്പോഴും അത് കൊടുക്കാറുണ്ട്. പക്ഷേ പല സ്റ്റുഡൻസും അതെന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. എനിക്കൊന്ന് ആ സമയത്ത് ഇറ്റ് വാസ് ഓൺലി സം 30,000 റുപ്പീസ് ഓർ സംതിങ്, 20,000 or 30,000 സംതിങ്, അങ്ങനെയാണ് നമ്മളത് കൊടുത്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പല ആൾക്കാരും ആ കോസ്റ്റ് മാത്രം കണ്ടിട്ട് വന്നവരായിരുന്നു. ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, റിസർച്ച് ചെയ്യാതെ മിഡിൽ സ്റ്റക്കായി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്തേക്ക് വാട്ട് ഐ എക്സ്പെക്ട് ഈസ് ആക്ച്വലി ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം ധാരണയുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 70-80% ദേ നോ ഇറ്റ്. ജസ്റ്റ് ഒരു പുഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ഓൺ ദ അതർ സൈഡ്. ഇതാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ വിചാരിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പല സ്റ്റുഡൻസിനും അവർക്കൊരു പ്രോപ്പർ ഒന്ന് അവരുടെ സൈഡിൽ നിന്നുള്ള റിസർച്ച് ഭയങ്കര വീക്കായിരുന്നു. യൂണിവേഴ്സിറ്റീസ് നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് എങ്ങനെയായിരിക്കണം ഒരു യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എങ്ങനെ വേണം, ഇതിനൊക്കെയുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഇതിൻ്റെ മേലേക്ക് പിന്നെയും വർക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു 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 സിറ്റുവേഷൻ വന്നു തുടങ്ങിയപ്പോഴാണ് ഐ ഹാഡ് ടു പാസ് ഇറ്റ്. റൈറ്റ്. അപ്പോൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മളിനി ആ ഒരു സെക്കൻഡ് പോർഷൻ, അതായത് ഇങ്ങനൊരു സർവീസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഇതായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തൊക്കെ നോക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് ആക്ച്വലി അവർക്ക് അവരുടെ പ്രൊഫൈലിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ വേണം. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം. ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം പല സ്റ്റുഡൻസിനും ഇത് എപ്പോഴും ട്രിക്കി ആവാറുണ്ട്. ഇവരിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്തേക്ക് മേ ബി ചിലപ്പം അവരുടെ യൂണിവേഴ്സിറ്റീൻ്റെ മിനിമം പാസ് പെർസെൻറ്റേജ് മിസ്കാൽക്കുലേറ്റ് ചെയ്തിട്ട് പല സിറ്റുവേഷൻസിലും അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് അഗെയിൻ അവർ യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യുന്നത് ഇപ്പം എപ്പോഴും എല്ലായിടത്തും, ഇപ്പോൾ നമ്മളൊരു കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യം, ഡാഡിൻ്റെ വെബ്സൈറ്റിൽ പോയി യു വിൽ ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് റൈറ്റ്, എല്ലാ ഇൻഫർമേഷനും കിട്ടും. പക്ഷേ പ്രോബ്ലം ഈസ് ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റി നമുക്ക് ഫിറ്റാണോ, അല്ലെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ടുള്ളതാണോ എന്നുള്ളത് പല കേസിലും സ്റ്റുഡൻസ് മിസ്ജഡ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവർ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് ആദ്യം ഡാഡിൽ നിന്ന് കിട്ടുന്ന അതേ ഓർഡറിലായിരിക്കും യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം ഇവരുടെ അക്കാദമിക്സുമായിട്ട് മാച്ച് ആവുന്നതായിക്കൊള്ളണമെന്നില്ല ആ ഒരു യൂണിവേഴ്സിറ്റീസ്. പിന്നെ അഗെയിൻ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനാരിയോ, സ്റ്റുഡൻസിന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മാത്രമാണ് ജർമ്മനിയിൽ നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും അത്ര നല്ലതല്ല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് നല്ലത് എന്നുള്ളത് അതാണ് ആക്ച്വലി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നല്ല ധാരണയില്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു സ്ട്രഗിൾ ഇൻ ദ യൂണിവേഴ്സിറ്റി വെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. പിന്നെ ഒരു സിനാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് ഇവർ ഈ ലെറ്റർ ഓഫ് മോട്ടിവേഷനും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനൊക്കെ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് പല സ്റ്റുഡൻസും അതിൻ്റേതായിട്ടുള്ളൊരു സെൻസിൽ എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി മേ ബി ഒരു 2-3 ഇയേഴ്സിൻ്റെ ഇതിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തിനും ഏതിനും ChatGPT ആണ്. ChatGPT പ്രൊവൈഡ് ചെയ്യുന്ന ആൻസറിനെ മേ ബി ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതുന്ന സമയത്താണെങ്കിലും ChatGPTയിൽ വെച്ചിട്ട് അതേപോലെ എഴുതിക്കൊണ്ടിരും. ഈ ഫോർമാറ്റ് കണ്ടാൽ തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഹി ഹാസൻ ഡൺ എനി വർക്ക് ഓൺ ദാറ്റ്. അതെപ്പോഴും ഒരു മേജർ പ്രോബ്ലമായിട്ട് കണ്ടിട്ടുണ്ട്. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് യൂസിങ് AI ഓർ ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് യൂസിങ് ChatGPT. പക്ഷേ വി ഹാവ് ടു യൂസ് ഇറ്റ് വെരി വൈസ്ലി ആൻഡ് വി ഹാവ് ടു യൂസ് ഇറ്റ് വെരി സെൻസിബിളി. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്.
പിന്നെ ഒരു 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 മേജർ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ജർമ്മനിയുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണെന്നുണ്ടെങ്കിലും ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ആണെങ്കിലും അതായത് യൂണിവേഴ്സിറ്റീസ് വിചാരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡാഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇത് പല ആൾക്കാരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പല സ്റ്റുഡൻസും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മേ ബി ചിലപ്പോൾ ഇപ്പോൾ ജർമ്മനിയിൽ ഇരിക്കുന്ന പല ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അറിയുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളത്. ദേ മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ആക്ച്വലി. പക്ഷേ ഒരു ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡഡ് ടു ഫോളോ ദ ഡെഡ് ലൈൻസ് ഓർ ഡാഡ് ഫോർമാറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തേക്ക്. ആൻഡ് അഗെയിൻ പിന്നെ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു സിനാരിയോ, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ 2-3 യൂണിവേഴ്സിറ്റീസിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് വെക്കും. അതൊരിക്കലും ഒരു വയസ്സായിട്ടുള്ള സ്ട്രാറ്റജി അല്ല. ഐ വിൽ സേ മിനിമം ഒരു 80 യൂണിവേഴ്സിറ്റീസെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. എന്നുവെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിനും 8 ലെറ്റർ ഓഫ് ലെറ്റർ ഓഫ് മോട്ടിവേഷൻസ് നമ്മൾ എഴുതേണ്ടത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ, അതെന്ന് വെച്ചാൽ ഇത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ലല്ലോ. എന്ന് വെച്ചാൽ ഇത് എഴുതേണ്ടത്, ഇത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ടൈമിലായിരിക്കും ഡെഡ് ലൈൻ വരുന്നുണ്ടാവുക. ഇതൊക്കെ ഒരു ഇനീഷ്യൽ ഒരു എന്തൂസിയാസം പെട്ടെന്ന് കൂൾ ഡൗൺ ആവുന്നത് കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ സിനാരിയോയിൽ. ആൻഡ് ദെൻ ഇപ്പോൾ ഒരു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഫൈനാൻസിൻ്റെ പോർഷനൊക്കെ ചിലപ്പം അതായത് ലോൺ എപ്പോൾ തൊട്ട്, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ലോണാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എത്രയായിരിക്കും ഫൈനാൻസ് അറേഞ്ച് ചെയ്യേണ്ടത്, ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കേസിൽ എന്തൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെ പല സിറ്റുവേഷൻസിലും സഫർ ആവുന്നതും ബുദ്ധിമുട്ടാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈവൻ പേഴ്സണലി എനിക്കറിയാം, ഇവർ പല സ്റ്റുഡൻസും ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് അവിടെ അത് റിഫ്ലക്റ്റ് ആവാതെ പിന്നെ തിരിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റാതെ കുറേ സ്ട്രഗിൾ ചെയ്ത പേഴ്സണൽ കേസസ് എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. ആൻഡ് അഗൈൻ വിസ ഡെഡ് ലൈൻസും അല്ലെങ്കിൽ വിസ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിനാരിയോ CSP പോർട്ടലൊക്കെ വന്നതിന് ശേഷം ഇതെപ്പോൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിലും പല ആൾക്കാരും മിസ്ജഡ്ജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതും ഒഴിവാക്കണം. സോ ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു സ്റ്റുഡൻറ്റ് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി നോയിങ് ദെയർ പ്രൊഫൈൽ ഇൻ ഡെപ്ത്. പ്രൊഫൈലിനെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ കേസിൽ, യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻസിൻ്റെ കേസിലൊക്കെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട്, ലെറ്റർ ഓഫ് മോട്ടിവേഷൻസിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ റിസർച്ച്, യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് ഒരു നല്ല റിസർച്ച്, അവിടെയുള്ള സ്റ്റുഡൻസിന് റിയൽ ടൈം സിനാരിയോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ വെൻ ഇറ്റ് കംസ് ടു ദ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആൻഡ് വിസ ഓൾസോ ദേ ഷുഡ് ഹാവ് എ പ്രോപ്പർ ടൈം ലൈൻ ഇൻ ദെയർ ഹാൻഡ്സ്. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു സ്റ്റുഡൻറ്റ് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നോക്കേണ്ടത്.